രേവതി രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കുള്ള ഇഡലി ഉണ്ടാക്കുകയാണ്. ശ്രുതി, നിനക്ക് 6 ഇഡലി പോരെ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എനിക്ക് ഇഡലി വേണ്ട രേവതി, 2 ദോശ ചുട്ടു തരാൻ പറ്റുമോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നിനക്കും കൂടി ചേർത്താണ് ഇഡലി ഉണ്ടാക്കി വെച്ചത്, നല്ല ചൂടുണ്ട്, അതെടുക്കാമെന്ന് രേവതി പറയുമ്പോൾ, വേണ്ട, എനിക്ക് ദോശ ചുട്ടു തന്നാ മതി എന്നു പറഞ്ഞിരിക്കുവാണ് ശ്രുതി. എടി, അവള് ചോദിച്ചത് കേട്ടില്ലേ, അവൾക്ക് ടൈമായി, പോവേണ്ടതാണ്, പെട്ടെന്ന് പോയി ചുട്ടുകൊടുക്ക് മോളെ, ഇപ്പൊ ദോശ വരും. അങ്ങനെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ സച്ചി മുറിയിൽ നിന്നും കേൾക്കുകയാണ്. രേവതി ദേഷ്യത്തില് ദോശ ചുടാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അതുവരെ നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ആപ്പിൾ എടുക്കാം, എന്നാലേ നിന്റെ ആരോഗ്യം നല്ലതാവൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിക്ക് ആപ്പിള് കഴുകി കൊടുക്കുവാണ്. ആ സമയം വർഷ ഫോൺ ചെയ്തോണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ആ സീരിയലിലെ അമ്മായിയമ്മയുടെ കഥ മാറ്റണം സർ, എനിക്കിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന അമ്മായിയമ്മ ഉണ്ടായിരുന്നെങ്കിലേ അവരുടെ വായിൽ ഞാൻ കത്തി കൊണ്ട് കുത്തിയിരിക്കും. അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഭയന്ന് നിൽക്കുവാണ്. ഇതൊക്കെ കേട്ട് കിച്ചണിൽ നിന്നും ചിരിക്കുവാണ് രേവതി. എന്താ മോളെ, ഏതോ അമ്മായിയമ്മയുടെ വായില് കത്തി കൊണ്ട് കുത്തുന്നൊക്കെ പറയുന്നു. അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ, അതൊരു സീരിയലാണ് ആൻറ്റി, ആ സ്റ്റോറി ഒട്ടും കൊള്ളില്ല. ഒരു അമ്മായിയമ്മ അവരുടെ മരുമകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. മരുമകളാണെങ്കിൽ അമ്മായി അമ്മയോട് ഒന്നും പ്രതികരിക്കാതെ സൈലന്റ് ആയിരിക്കും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികളെ അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് വർഷ പറയുന്നുണ്ട്. TV സീരിയലൊക്കെ ആൾക്കാർ കാണണമെങ്കിൽ അങ്ങനെയുള്ള കഥകൾ എടുക്കണം മോളെ. ഇപ്പൊ ഞാൻ നിന്റെ അമ്മായി അമ്മയല്ലേ, നിന്നോട് ഞാൻ ഫ്രണ്ടിനെ പോലെയല്ലേ പെരുമാറുന്നേ. അങ്ങനെയൊക്കെ ചന്ദ്ര പറയുന്നത് വാതിൽക്കൽ നിന്നും കേട്ടോണ്ട് നിൽക്കുവാണ് സച്ചി. ആന്റി ലക്കിയാണ്, ആ സീരിയലിലെ അമ്മായിയമ്മയെ പോലെ ആന്റി എന്നോട് പെരുമാറിയെങ്കിൽ ഞാൻ കത്തിയെടുത്ത് ആന്റിയുടെ വായിൽ തന്നെ കുത്തിയിരിക്കും. നിങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് വർഷ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ്. അത് കേട്ട് ഒരു നിമിഷം പേടിച്ച് നിൽക്കുവാണ് ചന്ദ്രമതി. ശേഷം മോൾക്കിപ്പോ തമാശ പറയാനേ നേരുള്ളൂ, ഞാൻ മോൾക്ക് ഇഡലി എടുത്തോണ്ട് വരാൻ പറയാം. എടി രേവതി, അങ്ങനെ ചന്ദ്ര ഉറക്കെ വിളിക്കുവാണ്. അത് കേട്ട് രേവതി കയ്യിലിരിക്കുന്ന കത്തി താഴെ ഇടാതെ ചന്ദ്രയുടെ മുന്നിലേക്ക് അതുമായി വരുന്നുണ്ട്. തന്നെ അവൾ കുത്തിക്കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് നിൽക്കുന്നതാണെന്ന് ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട്. അത് രേവതി, ടൈം ആയില്ലേ, ഒന്ന് പെട്ടെന്ന് ഇഡലി എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ, ഇത് ഈ ആപ്പിള് ഒന്ന് കട്ട് ചെയ്ത് എടുത്തോണ്ട് വരുമോ? അങ്ങനെ രേവതിയെ പേടിച്ചോണ്ട് പറയുവാണ് ചന്ദ്രമതി. രേവതി അതും വാങ്ങി ഇഡലി എടുക്കാനായി പോകുന്നുണ്ട്. പക്ഷെ വർഷ, ആന്റി എനിക്കിന്ന് ഇഡലി വേണ്ട, ഹെവി ആയിട്ട് കഴിച്ചാലേ എനിക്ക് നല്ല ഉറക്കം വരും, ഞാൻ സീരിയലിൽ പോയി കരയേണ്ടതല്ലേ ആന്റി, എനിക്ക് ഒരേ ഒരു ഓംലെറ്റ് മാത്രം കഴിച്ചാൽ മതി. ഏട്ടത്തി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഓംലെറ്റ് സൂപ്പർ സ്റ്റൈലാണ്, ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ? അങ്ങനെ വർഷ വിളിച്ച് പറയുന്നുണ്ട്. ഉണ്ടാക്കാമെന്ന് രേവതി പറയുമ്പോൾ, 2 മുട്ട ഉണ്ടാക്കിക്കോ എന്ന് വിളിച്ചു പറയുവാണ് ചന്ദ്രമതി. അമ്മേ, അപ്പോൾ ദോശ ഉണ്ടാക്കണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പോൾ, അതും ഉണ്ടാക്കിക്കോ എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട്. വർഷ, കാലത്ത് വെറും വയറ്റില് ഓംലെറ്റ് കഴിച്ചാൽ ശരിയാവില്ല, ഇഡലി കഴിക്ക്, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് രേവതി പറയുമ്പോൾ, അതല്ലടി പറഞ്ഞത്, മോൾക്ക് ജോലിയുണ്ടെന്ന്. നിന്നെപ്പോലെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവളല്ല വർഷമോള്, ജോലിക്ക് പോകുന്ന കുട്ടിയാണ്, ഉറങ്ങാൻ പറ്റുമോ നിന്നെപ്പോലെ? പെട്ടെന്ന് ഓംലെറ്റ് ഉണ്ടാക്ക്. അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി അതുണ്ടാക്കാനായി പോകുമ്പോൾ സച്ചി അവളെ വിളിക്കുവാണ്. വായിരിക്ക്, ഇഡലി എടുത്തു വയ്ക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ, വേണ്ട, നീ ദോശയുണ്ടാക്ക് എന്ന് പറയുകയാണ് സച്ചി. ഇല്ല, ഇപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ, ആ കേട്ടിരുന്നു, എനിക്ക് നന്നായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ ഉണ്ടാക്കി തരാം എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഇവന് ദിവസവും മദ്യത്തിന്റെ കൂടെ ഓംലെറ്റ് കഴിച്ചിട്ട് നല്ല ശീലമാണല്ലോ എന്ന് കളിയാക്കുവാണ് ചന്ദ്രമതി. അതെ അതെ, എന്തു ചെയ്യണം എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അതല്ലേ പറഞ്ഞത് ഓംലെറ്റ് ഉണ്ടാക്കണം എന്ന് പറയുവാണ് ചന്ദ്രമതി. ഓംലെറ്റ് അല്ലേ, ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം, എത്ര എണ്ണം വേണം? അങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ, ശ്രുതിമോളെ, നിനക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറയാം, എല്ലാം കൂടി 3 എണ്ണം ഉണ്ടാക്ക്. അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുവാണ്. 2 അല്ലേ എന്ന് ചോദിച്ച് സച്ചി ഫ്രിഡ്ജിൽ നിന്ന് 2 മുട്ട എടുക്കുവാണ്. ശേഷം അത് എറിഞ്ഞു പൊട്ടിച്ച് നിലത്തേക്കൊക്കെ ആക്കുവാണ് സച്ചി. അയ്യേ, ഇതെന്താ ഈ കാണിച്ചേ എന്ന് ചോദിച്ച് ശ്രുതിയും വർഷയും എഴുന്നേൽക്കുവാണ്. അയ്യേ, എന്താ ഇത്, നീ എന്താടാ ഈ ചെയ്യുന്നേ? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോൾ, നിക്ക് 2 എണ്ണല്ലേ ഉണ്ടാക്കിയുള്ളൂ, ഇനി ഒരാൾക്ക് കൂടി ഓംലെറ്റ് ഉണ്ടാക്കി തരാം
എന്ന് പറഞ്ഞ സച്ചി മൂന്നാമത്തെ മുട്ടയെടുത്ത് തറയിൽ പൊട്ടി ചോദിക്കുവാണ്. എടാ നിർത്തടാ എന്നു പറഞ്ഞ് അലറി വിളിക്കുവാണ് ചന്ദ്രമതി. നിങ്ങളല്ലേ 3 മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ്? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 2 പേരോടും വന്ന് കഴിക്കാൻ പറയൂ. അങ്ങനെ സച്ചി അവരോട് പറയുകയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നു പറഞ്ഞ് രേവതി വരുവാണ്. രേവതി, അവരല്ലേ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് എന്ന് പറയുവാണ് സച്ചി. സച്ചി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മുട്ടയൊക്കെ തറയിലിട്ട് പൊട്ടിച്ചു വച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ശ്രുതി ചൂടാവുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട്. കുറച്ചുപോലും കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? മുട്ടയ്ക്ക് പിന്നെ മുട്ടയുടെ സ്മെല്ല് വരാതെ കോമൺ സെൻസ് അതെനിക്കുണ്ട്, നിനക്കില്ല. ഇതെന്താ വീടാണോ അതോ ഹോട്ടലാണോ? നീ ഇവളോട് ഓംലെറ്റ് ചോദിക്കുന്നു. പാർലറമ്മയാണെങ്കിൽ ഇവളോട് ദോശ ചോദിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഇവർക്ക് വേണ്ട ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നു. ഇവളെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നേ എന്നു പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. എന്താടാ ഇപ്പൊ അവൾ ഉണ്ടാക്കി കൊടുത്താൽ എന്താ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, ഇവർക്ക് വേണമെങ്കിൽ ഇവരോട് ഉണ്ടാക്കി കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്ക്. അവളോട് ഉണ്ടാക്കാൻ എന്തിനാ പറയുന്നേ? അവൾ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം, ഇല്ലെങ്കിലേ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ്. മതി, ചോദിച്ചത് എന്റെ തെറ്റാണ് ആന്റി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് മറുപടി കൊടുത്ത് ശ്രുതി നടക്കുവാണ്. അയ്യോ ശ്രുതി മോളെ, ഒന്നും കഴിക്കാതെ പോകുന്നോ എന്ന് ചോദിച്ച് ചന്ദ്ര അവളെ വിളിക്കുന്നുണ്ട്. വേണ്ട ആന്റി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. ഏട്ടത്തി, നിങ്ങളുടെ കൈകൊണ്ട് ടേസ്റ്റോടെ കഴിക്കാമെന്ന് കരുതിയാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡ് കുറച്ച് ഓവറായിട്ടാ സംസാരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് വർഷയും പോവാണ്. അയ്യോ വർഷ മോളെ നിക്ക് എന്ന് ചന്ദ്ര വിളിച്ചെങ്കിലും വർഷ അവരെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ നിനക്ക് സന്തോഷായോടാ 2 പേര് കഴിക്കാതെ പോയപ്പോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ, ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഇവിടെ നോക്ക് രേവതി, എല്ലാവർക്കും വേണ്ടി നീ പണി ചെയ്തോണ്ടിരുന്നാലേ നിന്നെ ഹോട്ടൽ പോലെ ആയിരിക്കും ഇവര് മാറ്റുന്നത് എന്നൊക്കെ രേവതിയോട് പറയുവാണ് സച്ചി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വന്നിരിക്ക്, ഞാൻ ഇഡലിയും എടുത്തോണ്ട് വരാം എന്ന് രേവതി പറയുമ്പോ, എനിക്കൊന്നും വേണ്ട രേവതി, ടൈമായി, ഞാൻ പോന്നു. നീ പിന്നെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, പിന്നെ കൈയും കാലും ഒക്കെ വേദന വന്ന് ഞാൻ തന്നെ. അങ്ങനെ സച്ചി പറയുമ്പോ, മതി മതി, ബാക്കി പറയണ്ട, നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് രേവതി അവനെ പറഞ്ഞു വിടുവാണ്. എന്താടി അവൻ ഈ പണി കാണിച്ചിട്ട് പോയത് കണ്ടില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, അത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാലോ അമ്മേ, എന്നോട് എന്തിനാ ചോദിക്കുന്നേ എന്ന് ചോദിക്കുവാണ് രേവതി. ചുമ്മാ വീട്ടിലിരിക്കുന്നവളോട് ജോലി ചെയ്യാൻ പറഞ്ഞ അതവന് തെറ്റായി തോന്നിയോ? നോക്ക്, അവര് 2 പേരും ഒന്നും കഴിക്കാതെയാണ് പോയത്. പിന്നെ അവര് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ഉണ്ടാക്കി വെക്കണം. ആദ്യം ഈ തറയൊക്കെ തുടച്ച് വൃത്തിയാക്ക്, ശുദ്ധമാക്കിയതിനു ശേഷം കടയിൽ പോയിട്ട് വാ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ, എന്തിന് എന്ന് ചോദിക്കുവാണ് രേവതി. ആ കടയുടെ മുന്നില് വലിയൊരു കല്ലില്ലേ, അതിൽ പോയി നിന്നെ ഇരുത്താൻ വേണ്ടിയിട്ട്. ചോദ്യം ചോദിക്കുന്നോടി. ചിക്കൻ മീൻ എല്ലാം വാങ്ങിച്ചിട്ട് വാ, പിന്നെ പച്ചക്കറിയും വാങ്ങിക്കോ. ഇവിടെ ഓരോരുത്തർക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും, പെട്ടെന്ന് ഈ ജോലിയെല്ലാം ചെയ്യ്. അങ്ങനെ ചന്ദ്ര കൽപ്പിക്കുവാണ്. അതൊക്കെ കേട്ട് രേവതി തറയിൽ വീണ മുട്ടയൊക്കെ ക്ലീൻ ചെയ്ത്, ഇദ്ദേഹം ചെയ്ത പണിക്ക് എനിക്ക് 100 ഇരട്ടി പണിയായി എന്ന് മനസ്സിൽ പറഞ്ഞ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിൽ വെച്ച് തന്റെ അമ്മയെ കാണുന്നുണ്ട് രേവതി. അല്ല, നിന്റെ താലിമാല എവിടെ മോളെ? എന്താ മഞ്ഞ കയറ് കെട്ടിയിരിക്കുന്നേ എന്ന് അമ്മ ചോദിച്ചപ്പോ, എല്ലാം ഞാൻ പറയാമേ എന്ന് പറഞ്ഞ് രേവതി തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് തന്റെ അമ്മയോടും സഹോദരിമാരോടും സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് രേവതി. കുറെ നേരം കഴിഞ്ഞിട്ടും രേവതിയെ കാണാതായതില് ക്ഷുഭിതയായി ഇരിക്കുവാണ് ചന്ദ്രമതി. പിന്നീട് വീട്ടിലേക്ക് പോയതിനു ശേഷം സാധനങ്ങളൊക്കെ വാങ്ങി രേവതി തിരിച്ചെത്തുന്നുണ്ട്. എവിടെ പോയി നാട് ചുറ്റിയിട്ട് വരുവാണ് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിയ നാട് ചുറ്റിയിട്ട് വന്നതാണോ അമ്മേ? നിങ്ങളല്ലേ കടയിൽ പോയി ഇതെല്ലാം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ശരി, എല്ലാം വാങ്ങിച്ചോ? ഇതെല്ലാം വാങ്ങാൻ നിനക്ക് ഇത്രയും നേരമോ? പെട്ടെന്ന് വാങ്ങിയിട്ട് വരാൻ നിനക്കറിയില്ലടി. കടയ്ക്ക് പോകുന്നു പറഞ്ഞ് നന്നായി നാട് ചുറ്റിയിട്ട് വന്നതാണോ, അതോ നിന്റെ അമ്മയുടെ കടയിൽ പോയി ഇരുന്നിട്ട് വന്നതാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല അമ്മേ, പച്ചക്കറി മീനും ചിക്കനും ഒക്കെ വാങ്ങണ്ടേ, അപ്പൊ ഓരോ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരണ്ടേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതിനെന്താ ഇപ്പോ, ഞാനും നിന്റെ കൂടെ സഞ്ചിയും തൂക്കി വരണമെന്നാണോ? പോയി വാങ്ങിയിട്ട് വന്നത് നിനക്ക് വലിയ ജോലിയായി തോന്നിയോ? എന്താടി
ശ്രുതിയും വർഷയും പോലെ ജോലിക്ക് പോയിട്ട് വരുന്നത് പോലെ നീ സംസാരിക്കുന്നേ എന്നൊക്കെ ചന്ദ്ര ചോദിച്ച് ബഹളം ഉണ്ടാക്കുവാണ്. ഇതൊരു ജോലിയാണ് അമ്മ എന്ന് രേവതി പറയുമ്പോൾ, പിന്നെ നീ ശമ്പളം വരെ ചോദിക്കുമല്ലോ. തന്ന കാശിന് എല്ലാം വാങ്ങിച്ചില്ലേ, അതിൽ നിന്നെടുത്ത് നീ ചെലവ് ചെയ്തോടി എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. അമ്മ എന്തു പറഞ്ഞു അതു മാത്രമേ ഞാൻ വാങ്ങിയത്. ഇപ്പോ ഇതൊക്കെ വീട്ടിലേക്ക് വാങ്ങുന്നതല്ലേ, അതിന്റെ കണക്കൊക്കെ സച്ചിയുടെ നോക്കിയിട്ടാ കാശ് തരാറുള്ളത് എന്ന് രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താടി, നിന്റെ ഭർത്താവാണ് ഇതിനെല്ലാം കാശ് കൊടുത്തേന്ന് നീ പറഞ്ഞു വാദിക്കുവാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ, ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വേറെ അർത്ഥത്തിൽ മനസ്സിലാക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താൽ മതി. പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്ക്, ജോലി ആരംഭിക്കടി. ശ്രുതിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്, അതുണ്ടാക്കി വെക്കണം. പിന്നെ വർഷയ്ക്ക് കോൾഡാണ്, അതുകൊണ്ട് ചിക്കൻ സൂപ്പ് വച്ചു കൊടുക്ക്. ബാക്കിയുള്ള ചിക്കൻ കറി വച്ചേക്ക്. ശ്രീകാന്തിനും ശ്രുതിക്കും കഴിക്കാം. പിന്നെ വെജിറ്റബിൾസ് കറി ഉണ്ടാക്കണം. ഞാനും രവിയേട്ടനും അത് കഴിച്ചോളാം. അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുവാണ് രേവതി. അവരൊക്കെ സന്ധ്യയാവുമ്പോഴേക്കും ജോലി കഴിഞ്ഞ് ടയേർഡായിട്ടാ വരുന്നത്, പെട്ടെന്ന് പോയി ചെയ്യ് അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോ രേവതി ഒന്നും മിണ്ടാതെ അതുണ്ടാക്കാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇവൾക്കിട്ട് ഇങ്ങനെ തന്നെ പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ചന്ദ്രമതി. രേവതിയാണെങ്കിൽ ഒന്നും കഴിക്കാതെ റെസ്റ്റില്ലാതെ അമ്മ പറഞ്ഞ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ശേഷം ഒന്നിരിക്കാൻ വരുമ്പോൾ ചന്ദ്രമതി 10 ഇരട്ടി സാരികള് രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. മുഖത്ത് വീണ സാരികളൊക്കെ രേവതി എടുത്ത് മാറ്റുമ്പോൾ, ഇതെല്ലാം അലക്കി തേച്ചു വയ്ക്കണം. എന്താടി നോക്കുന്നേ, പോയി അലക്കിക്കൊണ്ടുവാ എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്രമതി. രേവതി ദേഷ്യം വന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ തുണികളൊക്കെ അലക്കിയിടുവാണ്. വൈകുന്നേരം എല്ലാവരും കഴിക്കാൻ വന്നപ്പോൾ രേവതി അവർക്ക് ഉണ്ടാക്കിയ കറികളൊക്കെ എടുത്തു കൊടുക്കുവാണ്. രാത്രിയായപ്പോൾ സച്ചി സവാരി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. രേവതി എന്താ ജോലി ഇതുവരെയും കഴിഞ്ഞില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഇല്ല സച്ചിയേട്ടാ, ക്ലീൻ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ ബാത്റൂം കഴുകാനുണ്ട് എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നാലേ ഒരു പണിയും തീരില്ല രേവതി. ഈ വീട്ടിൽ 8 ആൾക്കാരുണ്ട്, എല്ലാവർക്കും വേണ്ടി നീ ഒരുത്തിയല്ലേ ജോലി ചെയ്യുന്നേ? ആരാ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം വൃത്തികേടാക്കി പോയത്? അവർക്ക് പാത്രം കഴുകാൻ അറിഞ്ഞൂടെ? കൈയും കാലും ഇല്ലേ അവർക്ക്? ഇത് ചുമ്മാ വിടാൻ പറ്റില്ല. ആരാ ഇതൊക്കെ കഴിച്ചത് എന്ന് പറഞ്ഞ് സച്ചി പാത്രങ്ങളൊക്കെ എടുത്തു നോക്കുവാണ്. അതവിടെ വെക്ക് സച്ചിയേട്ടാ, നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം എന്ന് രേവതി പറയുമ്പോ, ഞാൻ നേരത്തെ ഫോൺ ചെയ്തു പറഞ്ഞതല്ലേ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നതെന്ന് എന്ന് പറയുന്നുണ്ട് സച്ചി. ഓ ആണല്ലേ, ഞാനത് മറന്നുപോയി. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എനിക്ക് കുടിക്കാൻ പച്ചവെള്ളം മാത്രം മതി രേവതി, പിന്നെ ഈ പാത്രങ്ങളൊക്കെ കാലത്ത് കഴുകി വെക്കാം എന്ന് പറഞ്ഞ് സച്ചി റൂമിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ തന്നെ പാത്രം കഴുകണം സച്ചിയേട്ടാ, ഇല്ലെങ്കിൽ എനിക്ക് ഇരട്ടി ജോലിയാവും. ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നോളാം, നിങ്ങൾ ചെല്ല് എന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുവാണ് രേവതി. പിന്നീട് എല്ലാ ജോലിയും തീർത്ത് രേവതി ടയേർഡായി വെള്ളവുമായി റൂമിലേക്ക് വരുവാണ്. ജോലിയൊക്കെ ഒരുപാട് ചെയ്ത് കാലുവേദന വന്നിരിക്കുവാണ് രേവതി. എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോയേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യാനാ എന്ന് പറയുവാണ് രേവതി. ഈ വീട്ടിൽ പെണ്ണായിട്ട് നീ ഒരുത്തി മാത്രമേ ഉള്ളൂ, എല്ലാ ജോലിയും നീ ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയതായി 2 പേര് വന്നിരിക്കുവല്ലേ, അവരോട് ചെയ്യാൻ പറയ്. അവര് കാലത്ത് ജോലിക്ക് പോയി ടയേർഡായി വരുന്നവരല്ലേ എന്ന് രേവതി പറയുമ്പോൾ, അപ്പൊ നിനക്ക് മാത്രം ടയേർഡൊന്നുമില്ലേ? നീ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ, നൈറ്റ് 11 മണിയായി, എന്നിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നിനക്ക്. നിന്റെ കണ്ണൊക്കെ നോക്ക്, അകത്തേക്ക് പോയി ഇരിക്കുന്നു. എല്ലാ ജോലിയും ചെയ്യാൻ നിന്നാലേ മരണം വരെ നിനക്ക് ജോലി ചെയ്യാനേ നേരം കാണൂ. ആരും നിന്നെ സഹായിക്കാൻ വരില്ല രേവതി. നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണം, എന്നാൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരിക്കലും ജീവിക്കരുത്. അച്ഛനോട് പറഞ്ഞ് വീട്ടുജോലിക്ക് ആരെങ്കിലും ഏർപ്പാട് ചെയ്യണം. മുൻപ് ഈ വീട്ടുജോലി ചെയ്യാൻ ഒരു ചേച്ചി വരുമായിരുന്നു ഈ വീട്ടില്. നമ്മുടെ കല്യാണത്തിന് ശേഷമാണ് ആ വേലക്കാരിയെ അമ്മ പറഞ്ഞു വിട്ടത്. നീ വേലക്കാരിയായിട്ട് ഇവിടെ ഉണ്ടല്ലോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നീ ജോലി ചെയ്താ നിന്റെ ആരോഗ്യമൊക്കെ എന്തായി തീരും. എൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ, ജോലിക്ക് ഒരു വേലക്കാരിയെ എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കാൻ. ഇല്ലെങ്കിൽ നീ ഈ വീട്ടിലെ വെറും വേലക്കാരിയായി മാറും രേവതി. അല്ല, നീ എന്താ കഴിച്ചത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അത് ശ്രുതിക്ക് മീൻകറി ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. വർഷയ്ക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു.
അമ്മയ്ക്കും അച്ഛനും വെജിറ്റബിൾ കറി ഉണ്ടാക്കി. ശ്രീകാന്തിനും നിങ്ങളുടെ ഏട്ടൻ സുധിക്കും ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി കൊടുത്തു എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതെല്ലാം ചെയ്തു കൊടുത്തു. നിനക്ക് വേണ്ടി നീ എന്താ ചെയ്തത് എന്ന് സച്ചി ചോദിക്കുവാണ്. ജോലി ചെയ്തു. ബാക്കി മിച്ചം വന്നത് ഞാനും കഴിച്ചു. കാലത്ത് എഴുന്നേൽക്കണം. എനിക്ക് വയ്യ സച്ചിയേട്ടാ, നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോ എന്ന് പറഞ്ഞ് രേവതി ഉറങ്ങുവാണ്. അതൊക്കെ കണ്ട് സച്ചി രേവതിയെ നോക്കി ആകെ വിഷമിച്ചിരിക്കുവാണ്. അടുത്ത ദിവസം ശ്രീകാന്തും വർഷയും കൂടി പുതിയ കാറ് വാങ്ങാനായി സുധി വർക്ക് ചെയ്തിരുന്ന ഷോറൂമിലേക്ക് വരുവാണ്. നമുക്കൊരു കാറ് ബുക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുന്ന സുധിയില്ലേ, അയാളെ ഒന്ന് വിളിക്കാൻ ശ്രീകാന്ത് പറയുമ്പോൾ സുധി എന്നു പേരുള്ള ആരും തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ അശോക് എന്നു പേരുള്ള ആളാണ് സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞത് കേട്ട് ശ്രീകാന്ത് ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നിന്റെ ഏട്ടൻ ഇവിടെയല്ലേ വർക്ക് ചെയ്തേ, പിന്നെന്തിനാ അയാൾ കള്ളം പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുവാണ് വർഷ.